ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്തെ ചായ എല്ലാം കുടിച്ച് ദോശ, ഒരു സ്പെഷ്യൽ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നേന്ത്രങ്കായ്, നല്ല പഴുത്ത നേന്ത്രങ്കായ് വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 3 നേന്ത്രങ്കായ് എടുത്തതിന്, നല്ല പഴുത്ത നേന്ത്രങ്കായ്. പിന്നെ എന്നിട്ടത് ചെറുതായി മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചാര ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആൾ കുറച്ചുണ്ടെങ്കിൽ കുറച്ച് മതി, കുറേ ആളുണ്ടെങ്കിൽ ബാക്കപ്പ് പിന്നെയും കൂട്ടി കൊടുക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ട പഞ്ചാര ഇട്ടിട്ട് നല്ല പോലെ നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ അത് അരിച്ചെടുത്തിന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്സിൻ്റെ ജാറ് കഴിഞ്ഞിട്ട് ഞാനിതാ ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ ഉള്ളു കയറ്റി ഒഴിച്ചു കൊടുത്തത്. ചൂടുവെള്ളം തന്നെ കൂട്ടണം. പിന്നെ അതിലേക്ക് ഞാൻ സൂചിപ്പൊടി, റവ ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ്. പിന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ടപ്പൊടി, ഈ 3 പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് 1/2 കപ്പിൻ്റെ കപ്പായത് കൊണ്ട് 2 പൊടി ഇട്ട് കൊടുക്കുന്നതിന്. വലിയ 1 കപ്പിൻ്റെ തന്നെ, 1 കപ്പിൻ്റെ എൻ്റെ കപ്പ് എൻ്റെ കൈ പോയിന്, അങ്ങനെ 1/2 കപ്പിൻ്റെ തന്നെ ഇട്ട് കൊടുക്കുന്ന. 1/2 കപ്പ് 2 ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ 1 കപ്പ് ഇട്ടു. 1 കപ്പ് മൈദ, 1 കപ്പ് ആട്ടാപ്പൊടി, 1/2 കപ്പ് റവ, ഇത്രയും കൂട്ടി കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളവും കുറച്ച് കൂട്ടിയിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളം കൂട്ടി കൊടുക്കണം. നല്ല പോലെ കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് കറിയൊന്നും വേണ്ട, കറിയില്ലാത്ത ദിവസമെല്ലാം ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് കൊടുത്തെങ്കിൽ മക്കൾക്ക് നല്ല സന്തോഷമാവും. എന്തില്ലെങ്കിൽ കറി വേണ്ടല്ലോ, നല്ല മധുരമുണ്ട്, നല്ല പഴത്തിൻ്റെ മണമെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇതേപോലെ വേണം എൻ്റെ ബാറ്ററി. അപ്പോൾ ഇനി നമുക്ക് എന്താക്കണം, 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ മൂടി വെച്ച് ഞാൻ ഇതിപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കളറ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. മഞ്ഞ കളറല്ല, മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കി നോക്കുമ്പോൾ കുറച്ച് ഗട്ടിയായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് 2 സ്പൂണിന് ചൂടുവെള്ളം ഞാൻ കൂട്ടി കൊടുക്കുന്നു. ചെറിയ ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളമല്ല. അപ്പോൾ 2 സ്പൂൺ ചൂടുവെള്ളം കൂട്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ പുട്ട് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിന് ഫ്രൈ പാനിലേക്ക്. അത് അളയിട്ട് വന്നില്ലെങ്കിലാന്ന് വിളിച്ചിട്ട് അങ്ങനെ ചെറുപ്പായിട്ട് പരത്തി കൊടുക്കുന്നു ഞാൻ. ഏതൊരു ഭാഗമായതിന് നമുക്കിനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ദോശ റെഡിയായി. മോനടെ കാക്കുന്നുണ്ട് അപ്പത്തിന്, അങ്ങനെ മോന് കൊടുക്കുന്നു ഞാൻ ദോശ. രണ്ടാമത്തത് ഞാൻ തേച്ച് കൊടുക്കുന്നു. അത് എണ്ണ തടിയത് കൊണ്ട് ഒരു പരത്താൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെ അതും ആയിട്ടുണ്ട്. അതും ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം. മൂന്നാമത് ഞാൻ എന്താക്കിയറിയാം, മോൻക്ക് നെയ്യ് വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, മൂന്നാമത്തത് എണ്ണ തേക്കാതെ പരത്തി കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലെ നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് തേച്ചിട്ടാകുമ്പോൾ എൻ്റെ അമ്മോ എന്താ ടേസ്റ്റ് ആ ദോശക്കെന്നറിയോ.
നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യ് തേച്ചിട്ട് തിന്നാൻ. നെയ്യ് തേച്ചിട്ട് എടുക്കുക, ചുട്ടിട്ട് നിന്നിട്ട് നോക്കണം, നല്ല പാണ്ട്. അങ്ങനെ ഞാൻ എല്ലാ ഭാഗത്തേക്ക് നെയ്യ് തേച്ച് കൊടുക്കുന്നത്. മോനക്ക് നെയ്യ് വേണ്ട തേക്കണ്ട അറിഞ്ഞുകൊണ്ട് ഞാൻ മോന് തേച്ച് കൊടുത്തിട്ടാ. പിന്നെ ബയ്യ ചുട്ട ദിവസമൊക്കെല്ലാം ഞാനിതുപോലെ നെയ്യ് തേച്ച് കൊടുത്തിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അത് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ദോശയെല്ലാം കൂട്ടി ചായയെല്ലാം കുടിച്ച് ഞങ്ങൾ പിന്നെ കറി ഉണ്ടാക്കണം. ചോറ് വെച്ച് റൈസ് കുക്കറിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ ചേനയും ബാളയും ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ കറി വെക്കുന്നത്. ബാളയിട്ട് ചേനയും മുറിച്ചിട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് വേണ്ട നീരുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഒന്നിച്ചിട്ടിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് എടുക്കുന്നത്. കുക്കറിലൊരു 2 വിസിലടിച്ചിട്ടാകുമ്പോൾ തന്നെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ചേന. ഇത് നമ്മളെ ചേനയുടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കലവും പോർന്നെങ്കിൽ നമ്മുടെ ചേനക്കറിയുമായി. ചോറ് റൈസ് കുക്കറിലുണ്ട്. ആ കലവും പോർന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിയായി. പിന്നെ നമ്മളെ പുരയിൽ തന്നെ ഉണ്ടായ നാടൻ പൈനാപ്പിളാണ്. അതിതാ ഞാൻ ചെറുതായിട്ട് ചെത്തിയിട്ട് മുറിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിന് വേണ്ട പഞ്ചാര ഇട്ട് കൊടുത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിൽ അതിന് അരച്ചെടുത്ത് എന്നിട്ട് മക്കൾക്കെല്ലാം കൂട്ടി കൊടുക്കുന്നുണ്ട്. നല്ല ഐസ് ഇട്ടിട്ട് നല്ല പഞ്ചാരയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ഉണ്ടായി ഞാൻ. അങ്ങനെ മോന് വന്നിട്ടുണ്ടല്ലേ, വലിയ മോന് വന്നിട്ടുണ്ട് ലീവിൽ. അപ്പോൾ മോന് വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും ഞാൻ. അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡുണ്ട്, കസ്റ്റർഡ് പൊടിയും ഉണ്ടായി. അങ്ങനെ കസ്റ്റർഡ് പൊടിയും പാലും പഞ്ചാരയെല്ലാം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കുറുക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് തണ്ണിച്ചാകുമ്പോൾ പിന്നെ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കസ്റ്റർഡ് മിക്സും ഒരു ലെയർ ബ്രെഡും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കസ്റ്റർഡിലേക്ക് കൊട്ടയും എല്ലാം പൊടിച്ചിട്ടിന് ചായക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്, കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ അതിൻ്റെ മേലെ മഞ്ചില്ലേ, മഞ്ചാണ് അത് ചെറുതായി അരിഞ്ഞിട്ട് വേറി കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്ത് അതിൻ്റെ മേലെ ബ്രെഡ് വെച്ച് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. വെറുതെ പറയുന്നതല്ല, ഞാൻ കഴിച്ചു നോക്കിയിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത്. ഒരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിൻ്റെ മേലെ ഞാൻ വിപ്പിംഗ് ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിലേക്കും അങ്ങനെ നട്ട്സെല്ലാം ഇട്ട് കൊടുത്തിന്. ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പിന്നെയും ഞാൻ മഞ്ചിൻ്റെ പൊടി വേറി കൊടുക്കുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട്. നല്ലപോലെ തണുത്തിട്ടാകുമ്പോൾ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ്. അങ്ങനെ അത് തണുക്കാനായി വെച്ച് പിന്നെ ഇത് ചോറ് വയ്ക്കുന്നുണ്ട് ഞാൻ. നമ്മളെ ചേനക്കറിയും പിന്നെ ഉണക്ക മീനും മാങ്ങ ഇട്ട് നല്ലൊരു കറിയാക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ റെസിപ്പി ഞാനതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇതന്നെ 10 മിനിറ്റ് ഉണ്ട് വീഡിയോ, പിന്നെയും ലെങ്ത്ത് കൂടും. ആ റെസിപ്പി ഞാൻ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണക്ക കൊല്ലച്ചേരും മാങ്ങാവും എല്ലാം ഇട്ടിട്ട് തേങ്ങ എല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറി. ആ റബ്ബ് എൻ്റെ ചട്ടിയിൽ ചോറ് അന്ന് തീർന്നിന്. രാത്രിക്ക് ഞാൻ വേറെ തന്നെ ഉണ്ടാക്കിയ ഫുഡ്.
അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായതിന് ചട്ടിയിലെ ചോറ് തീർന്നത് അറിഞ്ഞില്ല. അങ്ങനെ ഇതാ വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുത്തിട്ട് വന്ന് പുഡിങ് മക്കളെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവരും ആഡ്സും പിന്നെ വീഡിയോസും കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.